സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റിൻ്റെ ഒരു കോപ്പി ഗെയിമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. എന്താ ഗ്രേസി ബ്ലോക്കോ അങ്ങനെ എങ്ങാണ്ടാണ് ഇതിൻ്റെ പേര്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിന് കോപ്പി ഗെയിം. സോ കമ്പയറിങ് വീഡിയോ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നോർമൽ മൈൻക്രാഫ്റ്റ് എങ്ങനെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഇപ്പോൾ ലെറ്റ്സ് പ്ലേ പോകുന്നുണ്ട്, അത് കണ്ടാൽ മതി. അപ്പോൾ നോർമൽ മൈൻക്രാഫ്റ്റ് ഇരിക്കട്ടെ. ഇനി നമ്മൾ ഈ ഗെയിമിൻ്റെ ഒരു ടെക്നോളജിയാണ് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഇതേ ഉള്ളൂ, സ്വിച്ചേ ഉള്ളൂ, പ്ലേയും സെറ്റിങ്സും. മൈൻക്രാഫ്റ്റിലാണെങ്കിൽ മൾട്ടിപ്ലെയർ പിന്നെ കുറേ സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് ഈ സെറ്റിങ്സൊക്കെ ചുമ്മാ നോക്കാം എങ്ങനെയാണെന്ന്. വേണമെങ്കിൽ നമുക്കൊരു മൈൻക്രാഫ്റ്റ് എന്ന് വിളിക്കാം, കാരണം ഏകദേശം ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ലുക്കിലാണ് ഇത് വരുന്നത്. നമുക്കെന്നാൽ പിന്നെ ഞാൻ ഇതിൽ കുറച്ച് മൈൻക്രാഫ്റ്റിൻ്റെ സെറ്റിങ്സ് ആക്കിയിട്ടെ. ഓക്കെ, നമ്മളങ്ങനെ സെറ്റിങ്സ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് സ്കിന്നൊന്നും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്, അതുകൊണ്ട് തന്നെ എനിക്ക് സ്കിന്നിടാനും പറ്റിയില്ല. അത് കുഴപ്പമില്ല ഗൈസ്, ഇവിടെ സ്കിന്നും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ചുമ്മാ ഒരു വേൾഡ് ക്രിയേറ്റ് ആക്കാം. അപ്പോൾ നമ്മുടെ വേൾഡിൻ്റെ പേര് മോന്യൂസ് ഗെയിമിങ്. ലെറ്റ്സ് ഗോ. സ്റ്റാർട്ടിങ് മാപ്പ് അതൊന്നും വേണ്ട. പിന്നെന്താ, ആക്റ്റീവ് ചീറ്റ്സ് ഇത്ര ഉള്ള ആ ഷോക്ക് ഓഡിയൻസ് ഒന്നും ഇല്ലേ? എന്തിനാട്ടെ, നമുക്കെന്നാൽ വേൾഡ് ക്രിയേറ്റ് ആക്കാം. ഇനി ഇതിൻ്റെ നമുക്ക് ഗെയിം പ്ലേ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഐ തിങ്ക് ഇത് കണ്ടിട്ട് എനിക്ക് വലിയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇനി നമുക്ക് ഗ്രാഫിക്സും കൂടി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ വേൾഡ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സ് കണ്ടാ, ഇതിപ്പോൾ ഞാൻ എങ്ങനെ കളിക്കാനടാ? അയ്യോ എടാ, ഇത് ഭയങ്കര പാട്. നമ്മൾ നോർമൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവരല്ല. ഇതിൻ്റെ ഒരു ബട്ടൺ ബട്ടൺ നമ്മൾ മൊബൈലിലാണ് കളിക്കുന്നത്. അപ്പോൾ ഉണ്ടാകണ നിൽക്കുന്നത് ഇതിങ്ങനെ നിൽക്കണം ഗൈസ്. നമുക്ക് കുറച്ചും കൂടി സെറ്റിങ്സ് മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കളിക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും. ഇല്ല ഗൈസ്, എനിക്ക് വേറെ കൺട്രോൾസ് ഒന്നും കാണാനില്ല. ഇത് ഭയങ്കര പാടാണ്ട് ഗൈസ് ഇത് വെച്ച് കളിക്കാൻ. അതിനായിട്ട് നമുക്ക് ഉള്ളത് വെച്ച് ഓളം പോലെ എന്ന് പറഞ്ഞ് കളിക്കാം. ഗ്രാഫിക്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് നോക്കുവാണെങ്കിൽ മൈൻക്രാഫ്റ്റിൽ തോന്നും ആ ആകാശമൊക്കെ കാണാൻ. പക്ഷെ നമ്മൾ ശരിക്കും ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഗ്രാസ് ആണെങ്കിലും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ. പിന്നെ ഇത് മൈൻക്രാഫ്റ്റിൻ്റെ അത്രയ്ക്കും പിക്സലില്ല, കാരണം നിങ്ങൾ ഹാർട്ട് നോക്കിയാൽ മനസ്സിലാവും മൈൻക്രാഫ്റ്റിന് അത്ര പിക്സലില്ല. ഓക്കെ, ഞാനെങ്ങനെ തടി വെട്ടണ്ടോ? ഇതിൽ തടി വെട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അവിടെ നെക്കി പിടിക്കാം, തടിയിലാണ് നെക്കേണ്ടത്. ആ പ്ലസ് ഐക്കൺ കൊണ്ടുവരാൻ എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കി. പക്ഷെ അതിൻ്റെ സെറ്റിങ്സ് കൂടെ കാണാനില്ല ഗൈസ്. പിന്നെ എനിക്ക് ചെറുതായിട്ട് ലാഗ് അടിക്കണ്ടേ. ഈ 100 MB ഗെയിമൊക്കെ എന്തിന് ലാഗ് അടിക്കാൻ എനിക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും ആട്ടെ. നമ്മളിപ്പോൾ സ്പോൺ അയക്കണത് മറ്റേ സ്നോ ബയോമിലാണ്. ഇവിടെ നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ഇവിടെ ഞാൻ മറന്നു വേടാ കോപ്പ്. ഇതല്ല ഞാനിപ്പോൾ പൊട്ടിച്ചേ. കയറിട്ടേക്കാം, അത് കാണാനില്ല. കിട്ടി. ഇനി നമുക്കിത് കൊണ്ട് ബാക്കിയുള്ള ടൂൾസ് കൊണ്ട് ഉണ്ടാകാം. ഏതാ സാധനം, ഇൻവെൻട്രി ഒക്കെ കിട്ടില്ലേ? കുഴപ്പമില്ല. കണ്ടാ പിക്സൽ ക്രാഫ്റ്റിൻ്റെ എവിടത്തെ ഇവിടെ. ഇതെന്താണ്, ഇതിന് ചെറിയ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്കിനി ഒരു പിക്കാക്സ് പിന്നെ ഒരു ആക്സും ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇത് സ്പീഡ് റണ്ണൊന്നും അല്ല, നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം ഗൈസ്. ഈ ഗെയിമിൻ്റെ പ്ലേ സ്റ്റോറിൽ ഈ ഗെയിം കണ്ടുകൊണ്ട് ചുമ്മാ എടുത്താണ്. അപ്പോൾ നമുക്ക് ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിംസൊക്കെ എന്തോരം വർദ്ധിച്ചു നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടെയുള്ള കേവിലോട്ടൊക്കെ ഇറങ്ങേണ്ടി വരും. ഇത് കേവാണ്. അതുകൊണ്ടിരിക്കുന്ന ഇതിൽ ഡേറ്റ് കണ്ടാ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിലത്തെ അയണിന് ഇങ്ങനെ ഒരുമാതിരി കുത്ത് എന്തെങ്കിലും ആവട്ടെ. നമുക്ക് സ്റ്റോൺ കിട്ടാം. സ്റ്റോണൊന്നും കൈ കിട്ടുന്നില്ലേ? കിട്ടി. ഓക്കെ, നമുക്കിനി കിട്ടിയതും കൊണ്ട് ഫുൾ
ഫുൾ എന്തായിരുന്നു, ഇതെന്താണ് ഇങ്ങനെ? എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ എവിടെയാണോ എന്തോ. ഈ ഗെയിമിന് ചെറിയ ബഗ്ഗൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതൊന്നുമല്ല, കുറച്ചധികം. കണ്ട നിൽക്കാൻ പോലും പറ്റുന്നില്ല. പഠിച്ചവർ ഇതുകൊണ്ടൊക്കെ സ്പീഡ് റൺ ചെയ്യുന്നവരുടെ അവസ്ഥ ഭയാനകം തന്നെ. നമുക്കിനി നമുക്ക് ഫുൾ സ്റ്റോൺ ടൂൾസ് ആവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഫുൾ സ്റ്റോൺ ടൂൾസ് ആയിട്ടുണ്ട് ഗ്രേസി ബ്ലോക്കിൽ. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അയൺ എടുക്കാം. കണ്ടോ, പിക്കാക്സിൻ്റെ ഒരു ഇത് കണ്ടില്ലേ? ടെക്സ്ചർ കുറച്ച് വേറെയാ, ഡിഫറെൻറ്റ് ടെക്സ്ചറാണ്. പിന്നെ ഇതിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെറ്റിങ്സ്, അതായത് ഈ ജോയ്സ്റ്റിക്കൊക്കെ മാറ്റാൻ, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇവർ തരുന്ന സെറ്റിങ്സ് ഈ കളിക്കണം ഗൈസ്. യാ, ഓക്കെ, നമുക്കിനി ഈ ബാക്കിയുള്ള സംഭവം കൂടി നോക്കാം. അതായത് ഈ ഗെയിം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് നമുക്കൊന്ന് എക്സ്പ്ലോറിങ് ഇറങ്ങാം. അതേ മഞ്ഞൊക്കെ വായുവിലിരിക്കുന്നു, എന്തുപാടേ. ഓക്കെ, ഇതവിടെ ഷീപ്പുണ്ട്. ഓ, ഷീപ്പിനെ കാണാൻ ഇവന്മാർ മൈൻക്രാഫ്റ്റിൻ്റെ തനി കോപ്പിയാണെന്ന് നമുക്ക് കൂടി പറയാം. എനിക്ക് ആ ദൂരത്ത് നിന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നോക്കിക്കോട്ടോ, ഇതെനിക്ക് അല്ല വ്യത്യാസം. എടാ, ഒരു വ്യത്യാസവും ഇല്ലടാ. ഇവരാ മൈൻക്രാഫ്റ്റിൻ്റെ ടെക്സ്ചർ തന്നെ കോപ്പി അടിച്ച് പകർത്തിയേക്കുവാണ്. തിരുവാട്ട് ഇതേ സ്നോ ശരിക്കും സ്നോ പോലെ ഉണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഇറങ്ങിട്ടുണ്ട്. നമ്മുടെ തല വീഴുമെന്ന് നോക്കാം. ഹെഡ്, നമ്മൾ ഹെഡ് അടിച്ചു. പിന്നെ അല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ മാറിയേക്കും. ഇവിടെ ഷുഗറൊക്കെ ഡ്രോപ്പായി കിടക്കണ്. ഇങ്ങനെയല്ലേ നിൽക്കേണ്ടത്? ഷുഗർ വെക്കാൻ പറ്റത്തില്ല. ഓ ഗൈസ്, ഇത് കൊള്ളാം. വെള്ളം ഇല്ല, വെള്ളം ഐസായ സ്ഥിതിക്കൊക്കെ ഷുഗർ വയ്ക്കാൻ പറ്റുന്നേ. ഇനിയാണ് ഷുഗർ വയ്ക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഞാനാണോ നോബൻ, ഇവരാണോ നോബൻ? എനിക്കിത് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞാണ്ടല്ലോ ബോറടിക്കും. പക്ഷെ ബോറടിയുടെ പ്രാന്തളകും. കാരണം അയ്യോ, കണ്ട നമ്മുടെ സെറ്റിങ്സ് അതാണ്. ഇവന്മാർ ഈ ഗെയിമിന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത്, ഫസ്റ്റത്തെ കാര്യം നല്ലൊരു സെറ്റിങ്സ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ കാര്യം ഈ പിക്സലൊക്കെ ഒന്ന് കുറയ്ക്കണം, ഒത്തിരി പിക്സൽ ആവരുത്. പിന്നെ ഈ ബഗ്ഗൊക്കെ ഒന്ന് കളയണം, ഭയങ്കര ബഗ്ഗാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും എടാ പൊട്ടാ മൈൻക്രാഫ്റ്റിൻ്റെ വേറെ നല്ല കിടിലം കോപ്പി ഗെയിംസ് ഉണ്ട്, അതെനിക്കറിയാം. പക്ഷേ നമ്മൾ അത് എപ്പോഴും കളിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്കറിയാം അങ്ങനത്തെ ഗെയിംസൊക്കെ പോപ്പുലറാണ്. ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ കിടിലം മൈൻക്രാഫ്റ്റ് കോപ്പി ഗെയിമാണ്. ഇത് വില്ലേജ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ ശ്രദ്ധ വിടണ്ട. അപ്പോൾ നമ്മൾ ആ കോപ്പി ഗെയിംസ് കളിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ അതെല്ലാവരും കളിക്കാറുമുണ്ട്, കളിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ വേസ്റ്റ് ഗെയിം ആരും കളിച്ചിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ കളിച്ചത്. വില്ലേജറൊക്കെ ഇതിൽ മോബ്സിൻ്റെ ടെക്സ്ചർ അവർ നല്ല രീതിയിൽ ഊട്ടിയിട്ടുണ്ടാ. ഗൂഗിളിൽ നിന്നൊക്കെ അവന്മാർ എടുത്തതാണ് എനിക്ക് തോന്നണേ, കണ്ടില്ലേ? പിന്നെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, സ്നോ ബയോമിൻ്റെ ഇങ്ങനത്തെ വില്ലേജ് എവിടെ എപ്പോഴാണ് സ്പോണെന്ന് എനിക്ക് മനസ്സിലാകത്തെ. എന്തിനോണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇരിക്കുന്നു വെച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അപ്പോൾ മറ്റൊരു കിടക്കാഴ്ച വീഡിയോ ഇട്ടുന്നത് ടാറ്റ ബൈ ബൈ.